യെസ് മക്കളെ, നമുക്ക് +1 മാത്സിലെ പുതിയൊരു ചാപ്റ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. ചാപ്റ്ററിൻ്റെ പേര് ലീനിയർ ഇനീക്വാളിറ്റീസ്. ചെറിയൊരു ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് തീർക്കാം. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ CM അക്കാഡമിയുടെ ആപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾ iOS ഡിവൈസ്, ആപ്പിൾ ഡിവൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിലെ ORG കോഡ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക? HGNTIB എന്ന് പറയുന്നത് HGNTIB എന്ന് പറയുന്ന കോഡ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മെനുവിൽ നിന്ന് ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൽ നമ്മൾ തിയറി കുറേ പറയാനൊന്നും നിൽക്കുന്നില്ല, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സോൾവ് 2x < 100. ഇതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഈക്വൽ ടു ആണ് ഉണ്ടാവുക. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടുവിന് പകരം ലെസ്ദാനും ഗ്രേറ്റർ ദാനൊക്കെ വന്നിട്ടുള്ള പരിപാടിക്കാണ് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 24x < 100 എന്നാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താ കഥ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 24x എന്ന് പറയുന്നത് 100നേക്കാൾ ചെറുതാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇനി ഈ 24നെ നേരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൊത്തത്തിൽ മാറ്റി കളിക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ട് സൈഡിലും കൂടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ട ആവശ്യമുള്ളത്. അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മളിവിടെ ചെയ്യാനേ പോണില്ല. നോക്കിക്കോ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ നോക്കിയടാ. സോ എക്സ് < 100/24 ആണെന്ന് കിട്ടി. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ 100/24ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4.1666 അങ്ങനെ പോകുന്ന സാധനമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 4.167 എന്ന് എഴുതിയിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മോട് എന്താ ചോദിച്ചുള്ളത്? എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. സോൾവ് ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സ് കാരണം ആയിരിക്കുക 1 2 3 4 5 6 അല്ലേ ഉള്ളത്. നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ ആരൊക്കെ പറ്റും? 1 പറ്റും. 4അല്ല, 4.16നേക്കാൾ ചെറുതായിരിക്കണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതാ 1 2 3 4 5 6 അങ്ങനെ നമ്പേഴ്സ്, നമ്മൾ എണ്ണുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ സൊല്യൂഷൻ എന്തായിരിക്കും? 1 2 3 4 5 ഉണ്ടാവോ? ഉണ്ടാവില്ല. റെഡി ആണല്ലോ. ഇതാണ് എപ്പോൾ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. ഇനി ഇൻറ്റിജർ ആണെങ്കിലോ? ഇൻറ്റിജർ ആണെങ്കിൽ എന്താ അവസ്ഥ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവും അതുപോലെ ആരും ഉണ്ടാവും, 0യും കൂടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക? നെഗറ്റീവ് നമ്പേഴ്സ് മൊത്തം ഉണ്ടാവും, പുറമെ -2 -1 0 1 2 3 ഏത് വരെ ഉണ്ടാവും? 4 വരെ ഉണ്ടാവും. ഏത്? ഇൻറ്റിജേഴ്സിൽ. റെഡി ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളത്. സോ നമുക്ക് നോക്കാം. സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഈ 3നെ അങ്ങോട്ടും 5നെ അങ്ങോട്ടും പറഞ്ഞയച്ചു. 3 മൾട്ടിപ്ലൈ ചെയ്തു 9 ആയി, 5 മൾട്ടിപ്ലൈ ചെയ്തു 25 ആയി. ഇനി ബ്രാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് 9x - 9 × 2 18 ആയിട്ട് മാറി. 25 × 2 15 ആയി. 25 × x 25x ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 9xനെ അങ്ങോട്ട് കൊണ്ടുപോകണമാണോ 25xനെ ഇങ്ങോട്ട് കൊണ്ടുപോകണോ നല്ലത്? ഏതാണ്? ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്ന മൈനസ് എന്ന് പറഞ്ഞ പരിപാടി എക്സിന് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇയാൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് 9x + 25x എന്ന് കിട്ടി. -18 അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് 15 + 18 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 34x < 68 എന്ന് കിട്ടി. ഈ 34നെ അങ്ങോട്ട് പറഞ്ഞയച്ച സമയത്ത് നമുക്ക് എന്ത് കിട്ടി? x < 2 എന്ന് കിട്ടി. ഇതിനെ ഇൻ്റർവെൽ ആയിട്ട് എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതി കൊടുക്കുക? എക്സിൻ്റെ വാല്യൂ 2ന് ഈക്വലോ അല്ലെങ്കിൽ 2ന് ചെറുതോ ആയിരിക്കണം. 2ന് ചെറുത് പറഞ്ഞാൽ ഇങ്ങോട്ട് ഏതറ്റം വരെ പോവാം. ഏതുവരെ പോവാം? -1 2 കഴിഞ്ഞാൽ 1 ആവാം, 0 ആവാം, -1 -2 -3 -4 അങ്ങനെ പോയിട്ട് ഏതുവരെ പോകും? ഇൻഫിനിറ്റി വരെ പോകും. ഇൻഫിനിറ്റിക്ക് നമുക്ക് ഏത് സിമ്പിൾ ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈ സിമ്പിളാണ് ഇൻഫിനിറ്റിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും വരക്കുക എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ആലോചിച്ച് വെച്ചോ. ഇങ്ങനെ വരണ്ടെങ്കിൽ അവിടെ ഏതാണ് വരച്ചു കൊടുക്കേണ്ടത്? ഇതാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള മനസ്സിലായോ? ഇൻഫിനിറ്റിൻ്റെ കൂടെ എപ്പോഴും ഏത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം? ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇതാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഈ പേര് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓപ്പണും ക്ലോസ്ഡും പേരൊന്നും അറിയണം നിർബന്ധമൊന്നുമില്ല. പരിപാടി ഇത് മനസ്സിലാക്കിച്ചോ. =, സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആണല്ലോ പരിപാടി. ഇങ്ങനെ അതിൻ്റെ സൊല്യൂഷനും കൂടി എഴുതി എടുത്തുകൊണ്ട് x ∈ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ ഒന്ന് എഴുതി കൊടുക്കുന്നത് നന്നാവും. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സോൾവ് 3x - 2 < 2x + 1 ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈൻ അതിൻ്റെ സൊല്യൂഷൻ എഴുതാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇക്വേഷൻ എടുത്തു. നേരെ എന്ത് ചെയ്തു? 2xനെ അങ്ങോട്ടും -2നെ അങ്ങോട്ടും പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x < 3 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്താണ്? 3നേക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ എന്താണ്? 3ൻ്റെ ബാക്കായിരിക്കും മൂപ്പര് ഉണ്ടാവുക. നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു കൊടുക്കുക. മൂപ്പര് കുറച്ച് കട്ടിയിൽ വരച്ചു കൊടുക്കണം. എങ്ങനെ വരച്ചു കൊടുക്കണ? കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ.
ഇനി അവിടെയുള്ള അടുത്തൊരു ട്വിസ്റ്റ് വരുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയടാ, ഇങ്ങോട്ട് നോക്കിയേ 3ൻ്റെ അവിടെ മൊത്തത്തിൽ കറുപ്പിച്ചിട്ടുള്ള വട്ടിട്ട് കൊടുക്കണോ അതോ ജസ്റ്റ് ഒരു ഹോളോ ആയിട്ടുള്ള സർക്കിൾ ഇട്ട് കൊടുക്കണോ? ഇതാണ് സംശയം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 3 ഇവിടെ ഇൻക്ലൂഡഡ് ആണോ അല്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് 3 ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇൻക്ലൂഡഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവുമായിരുന്നു? ഈക്വൽ ടു ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള സർക്കിൾ ഇവിടെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അതല്ല, ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്ലൂഡഡ് ആണോ? അല്ല. അപ്പം നമ്മൾ എങ്ങനത്തെ സർക്കിളായിട്ട് കൊടുക്കുക? ഒരു സിംഗിൾ സർക്കിളാണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് നോക്കിയടാ, ഒരു സിംഗിൾ സർക്കിൾ ഉണ്ട്, പിന്നെ കുറച്ച് കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. സിമ്പിൾ അല്ലേ പരിപാടി? നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സോൾവ്. ഒരു വലിയൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് ആ ഡിനോമിനേറ്ററിനെ കളയാനുള്ള മാർഗ്ഗം എന്താണ്? 2 ഉണ്ട്, 3 ഉണ്ട്. 2നെയും 3നെയും വെട്ടി കളയാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ്? ഒരേ ഒരാളല്ല, ആളാണ് ആരെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. സോ നമ്മൾ 6നെ ഇറക്കി. 6നെ കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 6x + 6x/2. ഇവർ രണ്ടുപേരും വെട്ടിപ്പോകുമല്ലോ. പിന്നെ വെട്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് വരും? 3 വരും. പിന്നെ 6ഉം 3ഉം വെട്ടിപ്പോകും, അവിടെ എന്ത് വരും? 2 വരും. അങ്ങനെ നമ്മൾ എഴുതി കൊടുത്തു. ഇപ്പുറത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 6x + 3x + 2x എന്ന് കിട്ടി. അതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 11x കിട്ടും. 11x > 66 ആണെങ്കിൽ x എന്തായിരിക്കും? 66/11 ആയിരിക്കും. അപ്പോൾ x എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. 6നേക്കാൾ ചെറുതാണ്. ഇവിടെ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ ഇട്ട് കൊടുക്കുക? സർക്കിളാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക? വരച്ചിട്ട് കുറച്ച് കട്ടിയിൽ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. പരിപാടി ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഉണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ സർക്കിൾ ഇട്ട് കൊടുക്കും. ഈക്വൽ ടു ഇല്ലെങ്കിലോ ജസ്റ്റ് ഡോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ, ഈക്വൽ ടു ഇല്ലെങ്കിൽ ജസ്റ്റ് സർക്കിളാണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രഘു ഒബ്ടൈൻഡ് 68 and 72 മാർക്ക് ഇൻ ഫസ്റ്റ് 2 യൂണിറ്റ് ടെസ്റ്റ്. 2 എക്സാമിലും അവന് 68 72 കിട്ടി. ഫൈൻഡ് ദ മിനിമം മാർക്ക് he should get in the third test to have an average of at least 16 മാർക്ക്. ആവറേജ് ഓൻ എത്ര മാർക്ക് കിട്ടണം? 60 മിനിമം വേണം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എക്സാമിന് ഓന് മിനിമം എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അതായത് നമ്മളുടെ ആദ്യത്തെ 2 എക്സാമിൻ്റെ മാർക്ക് കൂട്ടി 68ഉം 72ഉം. നമ്മൾ മൂന്നാമത്തെ എക്സാമിൻ്റെ മാർക്കായിട്ട് എന്തെടുത്തു? എക്സ് ആയിട്ട് നമ്മൾ മൂന്നാമത്തെ എക്സാമിൻ്റെ മാർക്ക് എടുത്തു. എന്തെടുത്തു? എക്സ്. അതായത് നമ്മോട് എന്താ പറഞ്ഞത്? മിനിമം ആവറേജ് 60 ആവണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 60ഓ 60നേക്കാൾ കൂടുതലോ ആവാം. അതല്ലേ പറഞ്ഞതിനർത്ഥം? ഓക്കെ. സോ 68ഉം 72ഉം പിന്നെ നമ്മളുടെ പുതിയ എക്സാമിൻ്റെ മാർക്കായിട്ടുള്ള എക്സും കൂടെ കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? ആവറേജ് കിട്ടൂലേ നമുക്ക്? സോ ഈ ആവറേജ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? മിനിമം അറ്റ്ലീസ്റ്റ് 60 മാർക്ക് എന്നല്ലേ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം 60 ആവണം. 60ഓ 60നേക്കാൾ കൂടുതലോ എന്നല്ലേ അതിനർത്ഥം? സോ നമ്മൾ എഴുതി കൊടുത്തു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് എഴുതി കൊടുത്തു. ഇത് രണ്ടും കൂട്ടാൻ നമുക്കറിയാലോ. കൂട്ടി കൊടുത്തു 140 കിട്ടി. ഈ 3നെ നേരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 140 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആൻസർ കിട്ടി. ഇനി ഈ 140നെ അങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്നായിരിക്കും. അപ്പോൾ ആ ചെങ്ങായിക്ക് മൂന്നാമത്തെ എക്സാമിന്, അതായത് ആർക്ക്? രഘുവിന് മൂന്നാമത്തെ എക്സാമിന് അറ്റ്ലീസ്റ്റ് എത്ര മാർക്ക് കിട്ടണം? 40 കിട്ടണം. 40ഓ 40നേക്കാൾ കൂടുതലോ മാർക്ക് കിട്ടണം. ദസ് രഘു മസ്റ്റ് ഒബ്റ്റെയിൻ 40 മാർക്സ് ഇൻ ദി തേർഡ് എക്സാം, 40 ഓർ അബോവ് മാർക്സ് ഇൻ ദി തേർഡ് എക്സാം ടു ഗെറ്റ് ആവറേജ് അറ്റ്ലീസ്റ്റ് 60. ക്ലിയർ ആണല്ലോ? യെസ്. ഇതുപോലുള്ള ടെക്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ സ്മാളർ ദാൻ 10 സച്ച് ദാറ്റ് ദെയർ സം ഈസ് മോർ ദാൻ 11. 2 കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷനാണോ? അല്ല, 2 കണ്ടീഷൻ. എന്തൊക്കെയാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് 2 നമ്പേഴ്സ് എടുത്തു. 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഞാൻ എക്സ് എടുത്താൽ, ലെറ്റ്സ് ഒന്നാമത്തെ നമ്പർ ഞാൻ 3 എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? 5 അല്ലേ? അതായത് 3ലേക്ക് എത്ര ആഡ് ചെയ്ത് കൊടുത്തു? 2 ആഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഒന്നാമത്തെ നമ്പർ എക്സ് ആയിട്ടും രണ്ടാമത്തെ നമ്പർ x+2 ആയിട്ടും എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞത്? 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും ബോത്ത് ഓഫ് വിച്ച് ആർ സ്മാളർ ദാൻ 10. 2 പേരും എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ 10നേക്കാൾ ചെറുതായിരിക്കണം. അതായത് എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതായിരിക്കണം, x+2ൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതായിരിക്കണം. x+2ൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 8നേക്കാൾ ചെറുതായിരിക്കണം. അതല്ലേ കണ്ടീഷൻ? 2 പേരും 10നേക്കാൾ ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ് എന്തായിരിക്കണം നിർബന്ധമായി? എക്സ് എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതാണെന്ന് നിർബന്ധമായി. കാരണം വലിയ നമ്പർ 10നേക്കാൾ ചെറുതാവണമെന്നുണ്ടെങ്കിൽ ചെറിയ നമ്പർ എത്ര വരാൻ പാടുള്ളൂ? 8 വരാൻ പാടുള്ളൂ എന്നുള്ള മിനിമം ലോജിക്ക് നമുക്കറിയാലോ.
മനസ്സിലായില്ലേ? പരിപാടി മനസ്സിലായില്ലേ? നമ്മോട് എന്ത് പറഞ്ഞു? 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ഓഡ് നമ്പേഴ്സ്. ഒന്നാമത്തെ ആൾ എക്സ് ആണ്, രണ്ടാമത്തെ ആൾ x+2 ആണ്. രണ്ടുപേരും 10നേക്കാൾ ചെറുതാവണം. ഇയാൾ 10നേക്കാൾ ചെറുതാവണം എന്ന് പറഞ്ഞാൽ എന്താ? 10നേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ 10നേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മിനിമം എക്സിൻ്റെ വാല്യൂ എന്താവും? 10 ആവും. പക്ഷേ ഇയാളും 10നേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ വാല്യൂ മിനിമം എക്സിൻ്റെ വാല്യൂ, അപ്പോൾ ഇയാൾ 10 ആവണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ മിനിമം എത്ര വരാൻ പറ്റുള്ളൂ? 8 വരാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുള്ളത്. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മാളർ ദാൻ 10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ ഇയാൾ 8നേക്കാൾ, എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 8നേക്കാൾ ചെറുതായിരിക്കണം. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സച്ച് ദാറ്റ് ദെയർ സം ഈസ് മോർ ദാൻ 11. സം എന്തായിരിക്കണം? 11നേക്കാൾ കൂടുതലുമായിരിക്കണം. അതായത് എക്സും x+2 കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? 11നേക്കാൾ കൂടുതലായിരിക്കണം. മക്കളെ ഞാൻ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞു തോന്നുന്നുണ്ട്. ഈക്വൽ ടു ഇല്ല, ജസ്റ്റ് ലെസ് ദാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാടാ, എക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2x ആണ്, +2 ഗ്രേറ്റർ ദാൻ 11. 2x+2 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? 11നേക്കാൾ കൂടുതലായിരിക്കണം. ഈ 2നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x ഗ്രേറ്റർ ദാൻ 2x ഗ്രേറ്റർ ദാൻ 9 എന്ന് കിട്ടി. 2x എന്ന് പറയുന്നത് 9നേക്കാൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ x എന്ത് കിട്ടും നമുക്ക്? x എന്ന് പറയുന്നത് 9/2നേക്കാളും വലുതാണ്, അതായത് 4/5നേക്കാൾ വലുതാണെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, എക്സ് എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതായിരിക്കണം. അങ്ങോട്ട് നോക്കിയാടാ, എക്സ് എന്തായിരിക്കണം? 8നേക്കാൾ ചെറുതായിരിക്കണം. പിന്നെ എക്സ് എന്താ? 4/5നേക്കാൾ വലുതും ആവണം. ഇങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ഏതാ? 4/5നേക്കാൾ വലിയ ഓഡ് നമ്പർ 5 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, പിന്നെ ആരാ? 9. പറ്റുമോ? ഈ 2 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണോ? അല്ല. ഈ 2 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പേര് മാത്രമാണുള്ളത്. ആരൊക്കെയാണ്? 5ഉം 7ഉം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോസിബിൾ പേയേഴ്സ് ആരൊക്കെയായിരിക്കും? ഒന്നാമത്തെ എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ x+2 അല്ലേ, അപ്പോൾ 5ഉം 7ഉം. പിന്നെയോ എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ആരായിരിക്കും? 9. അങ്ങനെ 2 പേര് മാത്രമാണുള്ളത്. കുറച്ച് നല്ലൊരു ചോദ്യമാണ് ഇത്. നല്ലൊരു വൃത്തിക്ക് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്തിട്ട് കാണാനുള്ള സന്മനസ്സുകൾ എല്ലാവരും കാണിക്കണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീക്വാളിറ്റി 4x+3 ലെസ് ദാൻ 5x+7? ഇതിൻ്റെ സൊല്യൂഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 4xനെ അങ്ങോട്ടും 7നെ അങ്ങോട്ടും പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 - 7 ലെസ് ദാൻ 5x സാധനം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -4 എന്തായിരിക്കും? എക്സിനേക്കാൾ ചെറുതാണെന്ന് കിട്ടി. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 4 ആണെന്ന് കിട്ടി. എന്താണ്? ഇത് നേരെ തിരിച്ചിട്ടു. ഇയാളെ ഇങ്ങോട്ടും ഇയാളെ അങ്ങോട്ടും മറിച്ചുന്ന സമയത്ത്, ഇത് നേരെ തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ സിമ്പലും തിരിച്ചിട്ടിരിക്കണം. മനസ്സിലായോ? നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ x = -4 അല്ലെങ്കിൽ -4 = x എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് എങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്? x = -4 എന്ന് എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ ഇനീക്വാളിറ്റി തിരിച്ചിടുന്ന സമയത്ത് നമ്മളുടെ സിമ്പലും നേരെ തിരിയും. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് -4നേക്കാൾ വലുതാണെന്ന് മനസ്സിലായി. എക്സ് -4നേക്കാൾ വലുതാണെന്നുള്ളത് മനസ്സിലായി. ഇവിടെ ഈക്വൽ ടു ഉണ്ടടാ. അങ്ങനെ ഈക്വൽ ടു ഉണ്ടോ? ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഇല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാക്കറ്റ് ഉണ്ടാവുക, ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. എന്തിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്? 4നേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് നോക്കി, ഏത് 4നേക്കാൾ? -4നേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും മിനിമം വരാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? -4 ആണ്. അവിടുന്ന് എങ്ങോട്ട് ഏതുവരെ പോവാം? അങ്ങോട്ട് -4നേക്കാൾ വലുതായിട്ടുള്ള ഏത് നമ്പറും പറ്റും. -3 പറ്റും, -2, -1, 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് ഏതുവരെ പോവാം. അങ്ങനെ ഏതുവരെയും പോവാം എന്നുള്ളതിനാണ് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നത്? ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഇട്ട് കൊടുക്കുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഇങ്ങനെയാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. റെഡി ആണല്ലോ? അപ്പോൾ അവിടെ ലെസ് ദാൻ മാത്രം ആയതുകൊണ്ട്, ഗ്രേറ്റർ ദാൻ മാത്രം ആയതുകൊണ്ട് നമ്മൾ ഏത് സിമ്പിൾ ഇട്ട് കൊടുത്തു? ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ ഓപ്പൺ ഇട്ട് കൊടുത്തു. അങ്ങനെയുള്ള ആൾ ഇതിൽ ആരാളുള്ളത്? ഇയാളാണ്. ഇയാളല്ല, ആരാണ്? -4 ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അയാളാണ്. നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. കുറഞ്ഞ കൺസെപ്റ്റേ ഉള്ളൂ, കുറഞ്ഞ മാർക്കും ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ സമയം ചിലവഴിച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം +2 കറക്റ്റ് നമ്മളുടെ ആ ഒരു മാർക്കിംഗ് സ്കീമൊന്നും നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. NCERT ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നിർത്തുന്നു. താങ്ക് യു.